നമ്മളിപ്പോ നിൽക്കുന്നത് കോതയാർ എന്നൊരു സ്ഥലത്താണ്. ആ കോതയാറിന്റെ ആ പീക്ക് പോയിന്റ് കണ്ടോ, എന്ത് മനോഹരമാണ് നോക്ക്. സ്വർഗം, ഭൂമിയിൽ സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ്. ഇതാ കണ്ടോ, ആഹാ കോതയാർ പൊളിച്ച്. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കുമ്പിച്ചലിൽ വന്നപ്പോഴേ നമ്മൾ പറഞ്ഞ് കോതയാർ വരാൻ പറ്റിയ വരും, അവിടുത്തെ ഒരു വീഡിയോ എടുക്കുമെന്ന്. പക്ഷെ നമുക്ക് അന്ന് പറ്റിയിട്ടില്ല. കാര്യം ഇവിടെ ടൈമുണ്ട്. രാവിലെ 9 മണി തൊട്ട് 3 മണി വരെയാണ് കോതയാറിൽ കയറാൻ പറ്റുന്ന ടൈം. സംഭവം തമിഴ്നാട് ബോർഡറിലാണ്. വീട്ടിലിരുന്ന് മരിച്ചിരിയും ചോറും തിന്നെ കാട്ടി, വീട്ടിലിരുന്ന് മരിച്ചിരിയും പഴഞ്ഞി അടിനെ കാട്ടി ഒന്ന് കാണുക. യാത്ര ചെയ്യൂ നിങ്ങൾ കോതയാർ. കോതയാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരുപാടുണ്ട് ഇനി കാണാൻ. 17 കിലോമീറ്ററോളം കാട്ടിലൂടെ സഞ്ചരിച്ച് 2 സൈഡും കാടാണ്, വന്യമായ കാട്. ശരിക്കും ഒരു മീൻ കുഞ്ഞുങ്ങളില്ല ഇവിടെ, അത്രയ്ക്ക് വന്യമായ കാടാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആനയാണ് ഇവിടുത്തെ മെയിൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് നിങ്ങൾ ഇതുവഴി സഞ്ചരിക്കാതിരിക്കുക. ഞങ്ങളിപ്പോൾ വന്നത് ആൾറെഡി 4 മണിയായി. ഈ 3 മണി വരെ കയറ്റുള്ളൂ. അതുകൊണ്ട് നേരത്തെ നിങ്ങൾ എത്തുക, 3 മണിക്ക് മുന്നേ അവിടെ എത്തുക. കോതയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് വണ്ടി നമ്പരും പേരും ആളെ അഡ്രസ്സും എല്ലാം എഴുതി കൊടുത്ത് കയറി വരിക. സൂക്ഷിച്ചു പോവുക. ആന കണ്ടാൽ വണ്ടി നിർത്താതിരിക്കുക, ഉപദ്രവിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ ജസ്റ്റ് പേച്ചിപ്പാറ ഡാം എത്തുമ്പോൾ തന്നെ 2 റോഡേ ഉള്ളൂ. റൈറ്റ് ഡാമിലോട്ട് തിരിയുന്ന റോഡും ലെഫ്റ്റ് നമ്മുടെ കോതയാറിലോട്ട് തിരിയുന്ന റോഡുമാണ്. അങ്ങനെ ലെഫ്റ്റ് ഒരു 1 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് മാറുമ്പോൾ തന്നെ ചെക്ക് പോസ്റ്റ് എത്തും, കോതയാർ ചെക്ക് പോസ്റ്റ്. അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് കോതയാറിലത്തേക്ക് 17-18 കിലോമീറ്ററാണ്. 2 സൈഡും വന്യമായ കാട്. ശരിക്കും എന്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ റൂട്ടൊന്ന് യാത്ര ചെയ്ത് നോക്കണം. കണ്ണിനും മനസ്സിനും വളരെ കുളിർമയാകുന്ന വളരെ മനോഹരമായ കാഴ്ചകളാണ് 2 സൈഡും ഉള്ളത്. കോതയാറിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കോതയാർ എന്ന് പറയുന്നത് മലകളുടെ മായാജാലമാണ്. മലകളുടെ നടുവിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മനോഹര സ്ഥലം. തിരുവനന്തപുരംകാർക്ക് ഇത് തിരുവനന്തപുരം ജില്ലയിലും തമിഴ്നാടുകാർക്ക് ഇത് കന്യാകുമാരി ജില്ലയിലുമാണ്. അതായത് തിരുവനന്തപുരം കന്യാകുമാരി അതിർത്തിയോട് ചേർന്നുള്ളൊരു പ്രദേശം. ഇവിടെ പോകുന്ന വഴിയൊക്കെ വളരെ നിഗൂഢമായ ഫോറസ്റ്റാണ്. പുഴകൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ, മഞ്ഞ് മൂടിയ മലകൾ, ഇവയെല്ലാം ചേർന്ന് ഒരുപാട് പുത്തൻ അനുഭവം തരുന്ന ഒരു കിടിലം യാത്ര. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ട്രൈബൽ സമൂഹമായിരുന്നു താമസിച്ചിരുന്നത്. അവരുടേതായ ജീവിത രീതിയും കാടിനോടുള്ള ബന്ധങ്ങൾ പുലർത്തുന്ന ചില ഭാഗങ്ങളും നമുക്കിവിടെ കാണാം. കോതയാർ എത്തുമ്പോൾ തന്നെ വേറൊരു ഫീലാണ്. ശരിക്കും വലിയ വലിയ കെട്ടിടങ്ങളും സിറ്റികളും വണ്ടികളും എല്ലാം മറന്നു പോകുന്നൊരു അവസ്ഥ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ 2 സൈഡുമാണ് കോതയാർ എന്ന് പറയുന്ന ചെറിയ പട്ടണം. കോതയാർ എന്ന പേര് നമ്മളിൽ പലർക്കും അധികം പരിചയമല്ലെങ്കിലും പക്ഷേ ഇത് പഴയകാലം മുതൽ തന്നെ പ്രകൃതിയുടെ സമാധാനം നിറഞ്ഞ ഒരു പ്രധാന സ്ഥലമായിരുന്നു. ഇവിടെയുള്ള അപ്പർ കോതയാർ ഡാം, അതിനോട് ചേർന്നുള്ള പൊയ്കെ മലകൾ, ഇവയെല്ലാം ചേർന്നതാണ് കോതയാറിൻ്റെ ഭംഗി. നമ്മളിപ്പോൾ കാണുന്ന ഈ മലകളുടെ ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്നതാണ് കോതയാർ അപ്പർ ഡാം. ഇത് കോതയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് കീഴിലാണ്, അതായത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ്. സാധാരണയായി പബ്ലിക്കിന് എൻട്രി ഇല്ലാത്ത സ്ഥലമാണ്, കാരണം അത് പ്രൊട്ടക്റ്റഡ് ഹൈഡ്രോ ഏരിയ ആയതുകൊണ്ട്. എന്തായാലും കോതയാർ യാത്രയിലെ ഏറ്റവും അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ് അപ്പർ കോതയാർ ഡാം. ശരിക്കും കോതയാർന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വൈബുണ്ടല്ലേ. ഫുൾ ഗ്രീനറി, മിസ്റ്റ്, ഹിൽ റോഡ്സ്, വാട്ടർഫാൾസ്. അത് പറഞ്ഞപ്പോഴാണ് കോതയാറിൻ്റെ മെയിൻ ഭാഗമാണ് ഈ ലാസ്റ്റ് എൻഡായ വാട്ടർഫാൾസ്. അതായത് കോതയാർ വരുന്നവർ മാക്സിമം ഇതുവരെയാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നിടത്ത് തന്നെ ഈ ആനയുടെ പിണ്ടം കാണുന്നതാണ്. ജസ്റ്റ് ആന വന്ന് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് എൻഡ് നിങ്ങൾ വരുമ്പോഴുള്ള. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു ലെഫ്റ്റ് റോഡ് നമുക്ക് കാണാം, ചെറിയൊരു തടമാണ്. ആ റോഡ് അങ്ങോട്ട് കയറി കഴിഞ്ഞാലാണ് കോതയാർ വാട്ടർഫാൾസ് വരുന്നത്. വലിയ വാട്ടർഫാൾസ് അല്ലെങ്കിലും നല്ല കാണാൻ ഭംഗിയുള്ളൊരു വാട്ടർഫാൾസാണ്. എന്ന് വെച്ചാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങി നിന്ന് കുളിക്കാനൊക്കെ പറ്റിയ അടിപൊളി നല്ലൊരു വാട്ടർഫാൾസാണ്. വെള്ളം വീഴുന്നിടത്ത് സിമൻറ്റ് കൊണ്ട് കെട്ടി അവർ തിരിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് നിന്ന് കുളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാനിങ് ചെറുതായിട്ടൊന്ന് പാളി. ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത്.
എന്നാൽ നിങ്ങൾ കോതയാർ വരാൻ ഇറങ്ങുമ്പോൾ മോർണിംഗ് 9 മണിക്കാണ് ഓപ്പണിംഗ് വരുന്നത് ചെക്ക് പോസ്റ്റിൽ. അപ്പോൾ തന്നെ എത്താൻ ശ്രമിക്കുക. കാര്യം വൺ ഡേ ഫുള്ള് നമുക്ക് കവർ ചെയ്ത് കാണേണ്ട സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇറങ്ങാനുള്ളത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് 9 മണിക്ക് കോതയാർ വരാൻ പ്ലാൻ ഇടുന്നവർ 9 മണിക്ക് ചെക്ക് പോസ്റ്റിൽ എത്താനും എൻട്രി ചെയ്ത് അകത്ത് കയറാനും ശ്രമിക്കുക. കാര്യം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 6 മണിക്കോ 5 മണിക്കോ ഇടയിൽ നിങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോവാൻ വേണം. കാര്യം ഇരുട്ടിയാൽ പിന്നെ ഈ റോഡ് വളരെ ദുഷ്കരമാണ്. അത്രയും കൊടൂരമായൊരു കാടായതുകൊണ്ടാണ് ആന ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ സമയത്ത് തന്നെ റിട്ടേൺ പോകാൻ കണക്കിന് ഇറങ്ങണം. ശരിക്കും വഴിയിലൂടെ പോകുമ്പോഴെല്ലാം മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. ചുറ്റുമുള്ള അടിപൊളി കാഴ്ചകൾ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെറിയ ചായക്കടകൾ, ആ നാട്ടുകാരുടെ ചിരി എല്ലാം കൊണ്ട് റിയൽ കാടിൻ്റെ ഫീലാണ്. കൂടാതെ ഒരു സൈഡിൽ കാണുന്ന മലനിരകൾ, മറ്റേ സൈഡിൽ കാണുന്ന കോതയാറിൻ്റെ വ്യൂ, ഒരു സൈഡിലുള്ള അഗാധമായ കൊടും കാടും എല്ലാം കൊണ്ട് ഒരു കിടിലം വൈബാണ്. ശരിക്കും നമ്മൾ ഈ വരുന്ന വഴിക്ക് ലൈവായിട്ട് കാണുന്നത് പോലെയല്ല ക്യാമറയിൽ കാണുന്നത്. അതുകൊണ്ട് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ശരിക്കും നിങ്ങളത് വന്ന് നേരിട്ട് തന്നെ കണ്ട് അനുഭവിക്കണം. അത്രയ്ക്ക് സൂപ്പർ വൈബാണ്. കറക്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് 50 കിലോമീറ്ററോളം ദൂരെ സ്ഥിതി ചെയ്യുന്ന കോതയാറിൻ്റെ പ്രധാന കാഴ്ചകളായ ഡാം, കാട്, മല, കുന്ന്, കോതയാറ് എന്നുള്ള കാഴ്ചകൾക്ക് പുറമെ പ്രധാനപ്പെട്ടൊരു ക്ഷേത്രം കൂടെ അവിടെയുണ്ട്. കോതയാറിന് സമീപം തിരുവട്ടാറിൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം. ഇത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പുരാതനമായ നരസിംഹ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഈ ക്ഷേത്രം കിഴക്കോട്ടൊഴുകുന്ന നദികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നത്. അതിനാൽ തിരുവട്ടാർ എന്നൊരു പേരും ലഭിച്ചിട്ടുണ്ട്. ഇത് കോതയാറിൻ്റെ പ്രത്യേകതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശരിക്കും മൂടൽ മഞ്ഞിൽ കയറി ഇറങ്ങിപ്പോകുന്ന പാതകളും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന പുഴകളും ആ ശാന്തതയും പിന്നെ വെള്ളം പതുക്കെ ഫ്ലോ ചെയ്യുന്ന സൗണ്ടും പുറകിലുള്ള കാട്ടിലെ ശബ്ദവും എല്ലാം കൊണ്ട് ഒരു നാച്ചുറൽ BGMഉം. ഇതാണ് കോതയാറിൻ്റെ കഥ. ചില സ്ഥലങ്ങൾ കഥ പറയുന്നില്ല, അവരുടെ നിശബ്ദതയാണ് അവരുടെ കഥ. കോതയാർ അങ്ങനെ ഒരു സ്ഥലമാണ്. സോ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും കുറച്ചു നേരമെങ്കിലും എല്ലാം മറന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹിഡൻ സ്പോട്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.